ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പാസ്തയാണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസ് പാസ്തയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്ത വേവിച്ചെടുക്കുക. ഫസ്റ്റ് തന്നെ പല സൈസിൽ പല രൂപത്തിലുള്ള പാസ്ത അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് കാണുമ്പോൾ കുറച്ചൊരു കൗതുകം തോന്നുന്ന ഒരു ഷേപ്പ്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. അപ്പം വെള്ളം അത്യാവശ്യം ഒരു പാസ്തയുടെ മുക്കാൽ അളവോളം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരു 9 to 12 minutes ഒക്കെ ആയിരിക്കും പാസ്ത വേവുന്ന ടൈം അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് അതിൽ മിക്സ് ചെയ്യാനുള്ള വെജീസ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം പാൻ വയ്ക്കാനായിട്ട്. അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെജീസ് ആഡ് ചെയ്യണം. വെജീസായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവോള, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കോണാണ്, സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് കോൺ ഒരിക്കലും നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയരുത്. മാക്സിമം എല്ലാ ഫുഡിലും സ്വീറ്റ് കോൺ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ കലോറീസ് ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. വെജീസൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വാടിപ്പോരുത്. ഒരു ഹാഫ് കുക്ക് എന്ന രീതിയിൽ മാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിടണമെങ്കിൽ ചോപ്പ് ചെയ്തിടാം, സ്ലൈസ് ചെയ്തിടണമെങ്കിൽ സ്ലൈസ് ചെയ്തിടാം. ഇതിൻ്റെയൊക്കെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ മെയിൻ ഐറ്റം ഒറിഗാനോയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളുടെ വെജി മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ ഹാഫ് കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും. നിങ്ങൾ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമായിട്ട് കഴിക്കാം. ഇതിനകത്തേക്ക് മാക്സിമം വെജീസ് ആഡ് ചെയ്യാം. ബ്രോക്കോളി, അതുപോലെ തന്നെ മഷ്റൂം, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് വെജീസിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് കൂട്ടാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം ബട്ടർ ഇടാൻ. ഇതിപ്പോൾ റെഡ് വന്നിട്ടുള്ളത് നേരത്തെ ഗ്രേവിയുടെ കളറാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തു. അതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മൈദ ഒട്ടും ഹെൽത്തി അല്ല, പക്ഷേ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മൈദ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് നമ്മുടെ ഓട്സ് പൊടിച്ചെടുക്കാം. ഞാൻ നോർമലി ഓട്സ് പൊടിച്ചാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ഓട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. അത് ആ ബട്ടറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചീസിൻ്റെ സ്ലൈസാണ്. 1-2 സ്ലൈസ് ആഡ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജീസും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. ഇതിൽ കുറച്ചും കൂടെ വെജിറ്റബിൾസിൻ്റെ കൗണ്ട് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്ത് അത് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം ഫൈനൽ സ്റ്റേജിൽ. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെജീസ് ആഡ് ചെയ്യുന്നു, പാസ്ത ആഡ് ചെയ്യുന്നു, ക്ലോസ് ഇറ്റ്. അത്രേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം നമ്മൾ സെർവ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബോയിൽഡ് ചിക്കൻ കട്ട് ചെയ്തിട്ടും അത് ആഡ് ചെയ്തിട്ട് അതെടുക്കണമെങ്കിൽ ചെയ്യാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പാസ്ത വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.